ഈ സെഷനകത്ത് നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് മാട്രിക്സ് ഫോർ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട തിയറം 9.3 അതിനകത്ത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടി എ എന്ന് പറയുന്ന ആളും ടി ബി എന്ന് പറയുന്ന ആളും എന്താണ്? രണ്ട് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്. രണ്ടുപേരും ആറിൽ നിന്ന് ആർ എമ്മിലേക്കാണ് പോകുന്നത്. അതായത് ടി എ ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് ടി എ ഓഫ് എക്സ് ഈക്വൽ ടു ടി ബി ഓഫ് എക്സ് then എ ഈക്വൽ ടു ബി. അതാണ് 9.3 എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം ബൈ എൻ മെട്രിക്സ്, അതായത് എയും ബി എന്ന് പറയുന്ന ആൾ എന്താണ്? ഈ എ എന്ന് പറയുന്ന ആൾ എന്തായിരുന്നു? ഒരു എം ബൈ എൻ മെട്രിക്സ്. ബി എന്ന് പറയുന്ന ആളും തന്നെയായിരുന്നു എം ബൈ എൻ മെട്രിക്സ്. അപ്പൊ ഈ എം ബൈ എൻ മെട്രിക്സും അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ അവരും തമ്മിൽ എന്തുണ്ട്? ഒരു 1:1 കറസ്പോണ്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണ 1:1 എന്താ പറയുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? 1:1 ആണെന്നാണ് നമ്മൾ പറയും. അപ്പൊ അതേ കേസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപയോഗിക്കാം. അപ്പൊ അതായത് ഒരു മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എം ബൈ എൻ മെട്രിക്സ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഭംഗിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ a matrix transformation from a matrix transformation from നമ്മൾ ടി എന്ന് വിളിക്കുകയാണ്. Rn to Rm the m by n matrix that arise from T is known as the standard matrix for the transformation. അപ്പോൾ നമുക്ക് അങ്ങനെ ലഭിക്കുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് മാട്രിക്സ്. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ. നമ്മളത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് നമുക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു പ്രോബ്ലത്തിലൂടെ പറയാം. സോ പ്രോബ്ലം: find the standard matrix A for the linear transformation T from R square to R cube defined by the formula T of x1 x2 is equal to 2x1 plus x2 x1 minus 3x2 minus x1 plus x2. Find T of 1 4 by matrix multiplication. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ബേസിസുകൾ ഏതാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്കറിയാം സ്റ്റാൻഡേർഡ് ബേസിസുകൾ
ഒരു Rnനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ E1 E2 എക്സെട്ര En ആണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? R2വിൽ നിന്ന് R3യിലേക്കാണ്. അപ്പൊ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് R2 ആണ്. അപ്പൊ R2വിലെ ബേസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബേസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? E1ഉം E2 ആണ്. E1 എന്ന് പറയുന്ന ആൾ ആരാണ്? 1 0. E2 എന്ന് പറയുന്ന ആൾ ആരാണ്? 0 1. അപ്പൊ ഇത്രയും നമുക്ക് അതിനെ നോക്കാനുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ E1നെയും E2നെയും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അപ്പോൾ ടി ഓഫ് E1 എന്താണ്? ദാറ്റ് ഈസ് ടി ഓഫ് 1 0 which is equal to, ഇപ്പോൾ ഇത് x1ഉം ഇത് x2. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ 1ഉം x2 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 2 into x1 plus x2 x1 minus 3 into x2 minus x1 plus x2 which is equal to 2 1 minus 1. ഇതാണ് നമുക്ക് ടി ഓഫ് E1 കിട്ടിയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ടി ഓഫ് E2 കണ്ടുപിടിക്കാം. അപ്പോൾ ടി ഓഫ് E2 നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 minus 3 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത്? ടി ഓഫ് E1 കാണലും ടി ഓഫ് E2 കാണലും. അങ്ങനെ ടി ഓഫ് E1ഉം E2ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. Therefore, the standard matrix for the given transformation is അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുപിടിച്ച് എങ്ങനെയായിരുന്നു? തിയറം 9.2 ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാം. A is equal to matrix T of E1 T of E2. ഇതൊക്കെ ബേസിസുകളായതുകൊണ്ട് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇത് കൊടുക്കണമായിരുന്നു, ഞാനത് കൊടുത്തിട്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ടി ഓഫ് E1 എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് എന്തിരിക്കുന്നത് 2 1 minus 1. ഇവിടെ 1 minus 3 1. അപ്പോൾ ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടുപിടിക്കാനല്ല നമ്മുടെ ചോദ്യമായിരുന്നു. നമ്മുടെ ചോദ്യം എന്താണ്? ടി ഓഫ് 1 4 ആണ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി ഓഫ് 1 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടി ഓഫ് 1 4 ഇങ്ങനെയാണ്. അപ്പോൾ ഈ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ ആരെ വെച്ചിരിക്കുന്നത്? എ എന്ന് പറയുന്ന ആളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടി ഓഫ് 1 4 എന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ ഇൻറ്റു 1 4 എ ഇൻറ്റു 1 4 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ടി ഈസ് ഈക്വൽ ടു എ എക്സ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മളിപ്പോൾ എന്താ ഇട്ടിരിക്കുന്നത്? 2 1 1 minus 3 minus 1 1 into 1 4 which is equal to 2 4 6 1 minus 12 minus 11 minus 1 4 3. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി. അതായത് നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ 6 minus 11 3. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം ടി ഈക്വൽ ടു എ എക്സ് എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇതിനകത്ത് കാണുന്ന എനെയാണ് നമ്മളുടെ പേര് വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞ് പേര് വിളിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഇത് ഈ സെഷൻ അവസാനിപ്പിക്കാം. പ്രോബ്ലം ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല, വായിക്കുന്നേ ഉള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാം. Find the standard matrix for the operator T from R cube to R cube defined by W1 is equal to 3x1 plus 5x2 minus x3,
W2 is equal to 4x1 minus x2 plus x3. W3 is equal to 3x1 plus 5x2 minus x3. Then compute T of minus 1 to 4 by directly substituting the equation and then by the matrix multiplication. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലും ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിടക്കുന്നത് എന്താണ്, ടി ഓഫ് R3 എന്ന് പറയുന്ന ആളാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു, ഫോർ എനി x1 x2 x3 belongs to R cube. നമുക്ക് E1 E2 എടുക്കണോ വേണ്ട, കാരണം നമുക്ക് രണ്ട് മെത്തേഡും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റേത് കിട്ടാനുള്ള സാധ്യതയുണ്ട്, കാരണം നമ്മൾ സാധാ സ്റ്റാൻഡേർഡ് മെത്തേഡ് ആദ്യം ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് x1 x2 x3 എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ടി ഓഫ് x1 x2 x3 കൊടുത്തിട്ട് നമുക്ക് എന്താ കിട്ടുക, ടി വെച്ച് മാപ്പ് ചെയ്ത് നമുക്ക് നേരെ എന്ത് കിട്ടും, W1 W2 W3 കിട്ടും. W1 W2 W3. അപ്പോൾ അതായത് നമുക്ക് എന്താ കിട്ടുക, 3x1 plus 5x2 minus x3, 4x1 minus x2 plus x3, 3x1 plus 5x2 minus x3. which is equal to, ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ഒക്കെ ചെയ്യുന്നു. ഇതിപ്പോൾ ഏകദേശം നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, 3 5 minus 1 4 minus 1 1 3 5 minus 1. ഓക്കെ, പിന്നെ ബാക്കി എന്താ വരുന്നത്, x1 x2 x3. അപ്പോൾ t ഈക്വൽ ടു ax എന്ന് പറഞ്ഞ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് a എന്ന് പറയുന്ന ആളാരാണ്, ഇവിടെ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മാട്രിക്സ് എന്ന് പറയുന്ന a എന്ന് പറയുന്ന ആൾ. നമുക്ക് എന്ത് കിട്ടി, 3 5 minus 1 4 minus 1 1 3 5 minus 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം അതൊരു ബോണസ് ആയിട്ട് അവിടെ തന്നെ വെച്ചോളൂ. നമ്മൾ ആദ്യം ഇപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഉദ്ദേശം എന്താണ്, ടി ഓഫ് x1 x2 x3 കണ്ടുപിടിക്കലാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് ടി ഓഫ് -1 to 4 -1 to 4 എന്ന് പറയുന്ന ആളാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് x1 ഈക്വൽ ടു എന്താണ്, വെൻ x1 is equal to -1 x2 equal to 2 x3 equal to 4 ഇതാവുന്ന സമയത്ത് നമുക്ക് W1 W2 കണ്ടുപിടിക്കാമല്ലോ, W3 ഒക്കെ. W1 is equal to എന്താ നമുക്ക് ഇക്വേഷൻ തന്നിരിക്കുന്നത്, 3x1. അപ്പോൾ 3 into -1 plus 5x2 5 into 2 plus അല്ല minus x3 എന്ന് പറയുന്ന ആള് 4. അതെന്താ ശ്രദ്ധിക്കുക. ഇനി W2 എന്ന് പറയുന്ന ആൾ എന്താണ്, 4x1 minus x2 plus x3. അതുപോലെ W3 എന്ന് പറയുന്ന ആൾ ആരാണ്, 3x1 plus 5x2 minus 4. അപ്പോൾ ഈ ആൻസേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടിപ്പോകും. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ തിയററ്റിക്കലി നമ്മൾ ചെയ്യണത്. ഇനി നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറഞ്ഞിരിക്കണതിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയിട്ടുണ്ട്,
എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടി ഓഫ് -1 to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇപ്പോൾ കാണേണ്ടത് എ എക്സ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ആളാണ് 3, 5, -1, 4, -1, 1, 3, 5, -1. അതുപോലെ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? എക്സിന് വരപ്പം എന്താ കൊടുക്കേണ്ടത്? -1 to 4. അപ്പം നമുക്ക് അഗൈൻ എന്ത് കിട്ടും? മറ്റൊരു സൊല്യൂഷനും കിട്ടും. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്? ടി ഈക്വൽ ടു എ എക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടത്. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ബേസിസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ച തിയറം 9.2 പറഞ്ഞിരിക്കുന്ന രീതിയിൽ. ഇപ്രാവശ്യം നമുക്ക് എന്ത് തന്നു? ഇവിടെ ഇക്വേഷൻ ആയിട്ട് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതി. ഇനിയിപ്പോൾ നേരത്തെ പ്രോബ്ലത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതിയിലേക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പുസ്തകത്തിൽ ഇതേപോലെ പറഞ്ഞെന്ന് മാത്രം. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന കൂടി എന്താണ് എടുക്കുക? 2, 1, 1, -3, -1, 1. ഈ കാണുന്നതും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലേ? 2, 1, 1, -3, -1, 1. ഇതാണ് ഈസി ആയിട്ടുള്ള മറ്റൊരു വഴി. അപ്പോൾ ഈ രണ്ട് വഴികളും നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാർക്കിനനുസരിച്ച് ചെയ്ത് നോക്കാം.